ഹായ്, ഇന്നെൻ്റെ ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ ആണ്. അപ്പോൾ ഇത് കാണുന്നവർ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇന്നൊരു കുറച്ച് സന്തോഷമുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. രാവിലെ തന്നെ കണ്ണു തുറന്നപ്പോൾ കേട്ടത് ഫുള്ളും ഭായിമാരും ഒച്ചപ്പാടും ബഹളമായിരുന്നു. കാരണം നെല്ലെല്ലാം മാറ്റി നടുന്ന കുറച്ച് പരിപാടികളായിട്ട് ഒരുപാട് ഭായിമാരുണ്ടായി പറമ്പിലും പാടത്തൊക്കെ ആയിട്ട്. അപ്പോൾ അവർ എന്താണ് പറയണതെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ടായില്ല. ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിരുന്നു. പക്ഷേ ഈ പാടത്ത് ഈ നെല്ല് നടുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നിങ്ങളാരും കുറേ പേരൊന്നും ഇതുവരെ കാണാത്തവരുണ്ടാവും നെല്ല് മാറ്റിയിടുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മളെപ്പോഴും പാടത്ത് തന്നെയായിരുന്നു. കാരണം അന്ന് ഭായിമാരൊന്നും അല്ല കേട്ടോ, നമ്മുടെ അടുത്തുള്ള ചേച്ചിമാരൊക്കെയാണ് ഇതുപോലെ നെല്ല് മാറ്റി നടുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ പോയിരിക്കുന്നു. പിന്നെ നമ്മൾ ചെറിയ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തയ്യാറെടുപ്പൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ബലൂണും കാര്യങ്ങളൊക്കെ വീർപ്പിക്കുകയാണ് എല്ലാവരും കൂടി കൂടിയിട്ട്. അപ്പോൾ ബലൂണൊക്കെ വീർപ്പിച്ചതിന് ശേഷം ഞാൻ വെറുതെ മുറ്റത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആകാശമൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് നമ്മുടെ വീട്ടിലെ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ പാടം നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലൈമറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് ഭയങ്കര ചൂടാണ്. എന്നാലും നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ആ ഒരു ക്ലൗഡ് ബെഡ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പതിയെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും എല്ലാവരും ബന്ധുക്കളെല്ലാവരും ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വലിയ ഫംഗ്ഷനൊന്നും അല്ല, ഒരു ചെറിയ ഫംഗ്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ള രീതിയിൽ വന്നപ്പോഴത്തേനും എല്ലാവരും ബലൂണൊക്കെ വീർപ്പിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പതിയെ നമ്മളത് മതിലിലേക്ക് ഒട്ടിക്കാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. അങ്ങനെ പതിയെ അതൊക്കെ മതിലിലേക്ക് ഒട്ടിച്ചു തുടങ്ങി. അപ്പം മതിലിൽ കുറച്ച് ചിത്രകലകളൊക്കെ കാണാം. അത് ആൻറ്റിയുടെ മക്കളൊക്കെ ചെയ്യണതാണ്. അവർ വെറുതെ ഇരിക്കുന്ന സമയത്ത് ബോറടിക്കുമ്പോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നുണ്ട് അവർ വരച്ചിട്ടൊക്കെ കാണാൻ. ഈ മിക്കി മൗസിനെയും ഇവരെയൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. പിന്നെ നമ്മളതൊക്കെ ചെയ്തതിന് ശേഷം അവളെ റെഡിയാക്കിയത് ഞാനാണ് കേട്ടോ. എൻ്റെ ചെറിയ കലകളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ ചെറിയൊരു ബ്യൂട്ടീഷ്യൻ ഞാൻ തന്നെയാണ്. നമുക്ക് വേണ്ട ചെറിയൊരു എന്താ പറയുക, ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ അവിടെ നിന്നൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് പിന്നെ അവളെ എല്ലാവരും കൂടി കസിൻസ് എല്ലാവരും കൂടി കൈകൊട്ടിയും ഒപ്പനയൊക്കെ കളിച്ചാണ് അവളെ കൊണ്ടുവന്ന് കസേരയിൽ ഇരുത്താൻ പോണത്. അപ്പോൾ അവരുടെ സന്തോഷം എല്ലാവരും മുഖത്ത് കാണാം. അവൾക്ക് നാണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവളങ്ങനെ പെട്ടെന്ന് എല്ലാവരോടും അങ്ങനെ ഇതാവുന്നൊരു ആളല്ല. പക്ഷേ എല്ലാവരും അങ്ങനെ ഡാൻസും ഒപ്പനയൊക്കെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ചിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഫാമിലിയിൽ എല്ലാവരും ഉണ്ടായിരുന്നിട്ട് എല്ലാവരോട് കൂടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ ഒപ്പനയൊക്കെ കളിച്ചതും എടുത്തതും പിടിച്ചതൊക്കെ. അപ്പോൾ അത് കണ്ട് ഞങ്ങൾ എല്ലാവരും ഓരോ പാട്ടൊക്കെ പാടി എല്ലാവർക്കും സന്തോഷമായി. അവൾക്ക് അത് പാടുന്തോറും അവൾക്ക് നാണം വരെയായിരുന്നു കേട്ടോ. അവൾ നാണം വന്നിട്ട് മുഖമൊക്കെ തിരിപ്പുണ്ടായിരുന്നു. പിന്നെ അവൾ കൂടി ഞങ്ങൾ ഡാൻസ് കളിക്കാനായിട്ട് കുറച്ച് നേരം. അവളുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ദിവസമല്ലേ. അപ്പോൾ വന്നവരെല്ലാവരും അവൾക്ക് ചെറിയ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്ത് അവളുടെ സന്തോഷവും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ട് നമ്മളുടേതായ സന്തോഷം നമ്മുടെ കയ്യിലുള്ളതുപോലെ നമ്മളും അവൾക്ക് വേണ്ടി അതൊക്കെ ചെയ്ത് നമ്മൾ അവളുടെ സന്തോഷം കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിരുന്നു. ഫുഡൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഫുഡ് നെയ്ച്ചോറും ബീഫും ആയിരുന്നു. പിന്നെ ചിക്കൻ ബിരിയാണി അങ്ങനെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് അവൾക്ക് കുറച്ച് സ്വർണവും കാര്യങ്ങളൊക്കെ ഇടിച്ച്. ഇപ്പോഴത്തെ സ്വർണ്ണത്തിൻ്റെ വില അനുസരിച്ച് സ്വർണ്ണം വാങ്ങിക്കാൻ മുതലിക്കില്ല. എന്നാലും അവളുടെ ആദ്യത്തെ ഒരു ഫംഗ്ഷനല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിലായിട്ട് ചെറിയൊരു ഡയമണ്ടിൻ്റെ ചെറിയൊരു മാലയും പിന്നെ 2 മോതിരവും ഒരു കൈച്ചേനും അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇത് എൻ്റെ ഇക്കാടെ മോളാണ് കേട്ടോ. എൻ്റെ ഇക്കാക്കയുടെ മൂത്തിക്കാക്കയുടെ മോളാണ്, രണ്ടാമത്തെ മോളാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 3 പേരാണ്, ഞാനും എൻ്റെ 2 ഇക്കാക്കന്മാരും. അപ്പോൾ അവരിൽ മൂത്തിക്കാക്കയുടെ രണ്ടാമത്തെ മകളാണത്. മൂത്ത മകളുടെ ഫംഗ്ഷൻ 2 വർഷം മുന്നേ ആയിരുന്നു. എനിക്കും 2 മക്കളാണ്, അവർ ഇരട്ടപ്പിള്ളേരാണ്. അവരുടെ ഫംഗ്ഷനും കഴിഞ്ഞ കൊല്ലം ഞാൻ നടത്തിയിരുന്നു. അന്ന് ഞാൻ ഇതുപോലെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ചാനലൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനാണ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഫസ്റ്റ് വന്നത്. അപ്പോൾ ഞാൻ അതാണ് നിങ്ങൾക്ക് വേണ്ടി എടുത്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാം അവളുടെ ഇതൊക്കെ കഴിഞ്ഞ് അവൾക്ക് 2 പേരും അവളും മൂത്ത നാത്തൂനും അവളുടെ ഇത്താത്തയും ഉമ്മൊക്കെ കൊടുത്ത് അവളെ സന്തോഷമായി. അവൾ തിരിച്ചും അവർക്ക് ചെറിയൊരു ഉമ്മൊക്കെ കൊടുത്ത് അവർക്കും ഈ പറഞ്ഞ പോലെ കണ്ടു നിന്നവർക്കും എല്ലാവർക്കും ഒരു സന്തോഷമായിരുന്നു അതെല്ലാവർക്കും. പിന്നെ അതിന് ശേഷം കേക്കും മിഠായിയൊക്കെ ഉണ്ടായിരുന്നു. അവളുടെ ഒരു സ്പെഷ്യൽ ഡേ നമ്മൾ ആഘോഷിച്ചത് കേക്കൊക്കെ മുറിച്ചിട്ടാണ്. കേക്ക് മുറിക്കുന്നത്
അവർ കസിൻസ് എല്ലാവരും കൂടിയിട്ട് തന്നെയാണ് കേട്ടോ. കാരണം എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും അവരെല്ലാവരും ഒരുമിച്ചാണ് അത് ചെയ്യാറ്. പിന്നെ ചെറിയൊരു റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.